കഴിഞ്ഞു. ഇങ്ങതാ, ഞാനത് ഊതിത്തരാം. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ പാർട്ടിയല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാന്നേ. ശരിയെന്നാ ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ട്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ താഴെ എന്തെടുക്കാണ്? കഴുതേ, നീ കാരണമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇനി ജോലിയൊന്നും കൊടുക്കരുത്. എടാ മരമണ്ടനായ മരമാക്രി, ഇനി നീ ഒരു ജോലി എടുക്കരുത്. ജോർദാറെ, ഇതെടുക്കടാ. പതുക്കെ സൂക്ഷിച്ചു കൊണ്ടുപോക. ഇല്ല, എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിട്. വൈകിട്ടുള്ള പാർട്ടിക്ക് എല്ലാം റെഡിയാണ്. കഴിക്കാനുള്ള സാധനങ്ങളും തയ്യാറാണ്. ഐസ് കുറവാണ്, അത് വാങ്ങിട്ട് വരും. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. കിറ്റി, അത് വാങ്ങിട്ട് വരും. നീ കലക്കി. സോറി കിറ്റി, നീ കലക്കി. സാധനങ്ങളും തയ്യാറാണ്. ഐസ് കുറവാണ്, അത് വാങ്ങിട്ട് വരും. ഓ, അല്ല, ഐസ് എവിടെ? ദാ ഉണ്ട്. ഓ ഹണി, ഇത് വെറും ഒരു ഐസ് ട്രേ ആണ്. എങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചോണ്ട് വരാം. നീ എന്തിനാ ഈ കഴുതയോട് ജോലി പറയാൻ പോയത്? കഴുതയോടും ജോലി പറയുമോ എന്റെ കിട്ടി? ഓഹോ, അവൻ നിന്നെയാടാ കഴുതിയെന്ന് പറഞ്ഞത്. അങ്ങനെ എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ കഴുതയാണെന്ന് എനിക്ക് തന്നെ അറിയാവുന്നതല്ലേ. ഹണി, വൈകിട്ട് നമുക്ക് പാർട്ടി ഉള്ളതാണ്. തീർച്ചയായും ഐസിന് കുറവുണ്ടാകാൻ പാടില്ല. വീടിനകത്ത് ഇത്രമാത്രം ഐസ് ഉണ്ടോ? ഒരുപാട് ഐസ് ഫാക്ടറിയിലാണ് കിട്ടുക. സംശയമുണ്ടോ? ഓക്കെ, എങ്കിൽ ഞാൻ ഐസ് ഫാക്ടറിയിലേക്ക് പോവാം. എന്നാൽ ഐസ് ഫാക്ടറിക്കാര് അതിനകത്ത് പാർട്ടി നടത്താൻ അനുവാദം നമുക്ക് തരുവോ? എടാ കഴുതേ, പെർമിഷൻ അല്ല, ഐസാണ് വേണ്ടത്. ഐസ് അല്ലേ വാങ്ങിച്ചോണ്ട് വന്നത്. ഹണി, ഐസ് ഫാക്ടറിയിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ഐസ് വാങ്ങിച്ചോണ്ട് വരണം. ശരി, നമുക്ക് മാർക്കറ്റിൽ പോയി ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നത് ഹണി ഇതിനു മുൻപൊന്നും ഐസ് ഫാക്ടറി കണ്ടിട്ടില്ല എന്നാണ്. ഇതൊക്കെ സംഭവിച്ചത് വൈകിട്ട് നമുക്ക് പാർട്ടി ഉള്ളതാണ്. ഐസ് എവിടുന്നായിരിക്കും കിട്ടുക? അകത്ത് പോയി നോക്കാം. ഐസ് വണ്ടിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞു, കൊണ്ടുവയ്ക്കോ. ഐസ് കിട്ടിപ്പോയി. രക്ഷിക്കണേ. ഇതെന്തായി കാണിക്കുന്നേ? നിങ്ങൾ ജോലി ചെയ്യുമ്പോ നോക്കി ചെയ്യുന്നില്ലേ? എന്തുമാത്രം നഷ്ടം ഉണ്ടായത്? തനിക്ക് എന്താ ഇവിടെ കാര്യം? സോറി. എത്രയാ വേണ്ടേ? ഐസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എടോ, എത്രയാ വേണ്ടത്?
5 കിലോയോ 10 കിലോയോ 15 കിലോയോ? ഇടോ എത്രയാ വേണ്ടത്? ഒരുപാട്. തനിക്ക് എന്താടോ ഹിമാലയ പർവ്വതം മുഴുവൻ വേണോ? എത്രയാന്ന് വെച്ചാൽ തെളിച്ച് പറയടോ. 5 കിലോയോ 10 കിലോയോ 15 കിലോയോ? വീട്ടില് പാർട്ടിയാണ്. കിറ്റി എന്നോട് പറഞ്ഞത് ഒരുപാട് ഐസ് വാങ്ങിച്ചോണ്ട് വരാനാ. എന്നാ പിടിച്ചോ. ഇത് ഒരുപാടുണ്ടല്ലോ അല്ലേ? ഓ ഒരുപാടുണ്ട്, കൊണ്ടുപോവാൻ നോക്ക്. ആ ആരാ ഇത് ചെയ്തേ? രക്ഷിക്കണേ, രക്ഷിക്കണേ. എല്ലാരും മാറിപ്പോയിക്കോ, ഇത് നിർത്താൻ പറ്റില്ല. രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. കഴുതേ, നീ എന്തായി കാണിച്ചത്? ഞാനൊന്നും തന്നെ കാണിച്ചില്ല, അത് തന്നെത്താൻ നടന്നോണ്ടിരിക്കുക. ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു. എടാ ഇത് ഐസ് ക്യൂബ് ആണ്, അല്ലാതെ കാറല്ല പറഞ്ഞെടുത്ത് വെച്ച് തിരിയാനായിട്ട്. ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ മാല വന്ന് നമ്മുടെ കഴുത്തി വീണു. കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഫോട്ടോയിൽ ഈ മാല വീഴും. വെപ്രാളത്തിൽ നീ മറന്നു പോയതാ. നിനക്ക് പറക്കാൻ കഴിയും, വേഗം പറക്ക്. അത് പറ്റില്ല. വിഷമത്തിലിരിക്കുന്ന കൂട്ടുകാരെ വിട്ട് പോവാനായിട്ട് ഞാൻ സെൽഫിഷ് ഒന്നുമല്ല. സംശയമുണ്ടോ? വഴി പൂട്ടി. കഴുതേ, എല്ലാം തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതിന്റെ ഇടയ്ക്ക് പൂട്ടി വെച്ചിരിക്കുന്നത് നീ എവിടെയാ കണ്ടേ? കഴുതേ, മുന്നിൽ നോക്ക്, റെയിൽവേ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാവ് ഹണി, ഒരു സ്ലാബ് ഐസ് തന്നെ നീ കൊണ്ടുവന്നോ? ഞാൻ സ്ലാബ് മേടിച്ചോണ്ട് വന്നതല്ല, സ്ലാബ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിന്നെ കഴുതിയെന്ന് ആരാ പറഞ്ഞത്? തീർച്ചയായും നീ തന്നെ യഥാർത്ഥ ബുദ്ധിമാൻ. കേട്ടല്ലോ കൊച്ചലയാ? ഓഹോ, നിങ്ങൾ സുഖിച്ചിവിടെ ഇരിക്കുകയാണല്ലേ? ഹണി എത്ര വലിയ ഐസ് ലാബാ കൊണ്ടുവന്നിരിക്കുന്നത്. അവനൊന്ന് സഹായിച്ചൂടായിരുന്നോ? താങ്ക് യു ഹണി. ഇതിനെയാണ് പറയുന്നത് വിതയ്ക്കുന്നവൻ ഒരിക്കലും കൊയ്യാറില്ല. സംശയമുണ്ടോ?